ആലപ്പുഴ കരുവാറ്റയിൽ കൗമാര സംഘം വയോധികനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. ശിവൻകുട്ടിയെ കൊലപ്പെടുത്താൻ കൗമാരക്കാരായ പ്രതികൾ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരുന്നതായി കണ്ടെത്തൽ. കൃത്യം നടത്താൻ സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതായും അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികളെ ഇന്ന് ജുവനൈൽ കോടതിക്ക് മുൻപാകെ ഹാജരാക്കും. മുതിർന്നവരെ പോലെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പ്രതികൾക്ക് ജുവനൈൽ ആനുകൂല്യം നൽകരുതെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. കൗമാരക്കാരായ പ്രതികൾ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ ബന്ധു കൂടിയായ 13-കാരിയാണ് ആൺ സുഹൃത്ത് വഴി കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇതിനായി സിനിമയിൽ നിന്നുൾപ്പെടെ പ്രചോദനം ഉൾക്കൊണ്ടു. ആദ്യം വീടിന്റെ ഓട് പൊളിച്ച് കല്ല് തലയിലേക്കിട്ട് കൊല്ലാനായിരുന്നു പദ്ധതി. വീടിന് മച്ചുണ്ടായിരുന്നതിനാൽ ഈ ശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് വിഷം കൊടുത്തു കൊല്ലാനും വാഹനാപകടം സൃഷ്ടിച്ച് കൊല ചെയ്യാനും ആസൂത്രണം നടത്തി. 13-കാരിയും ആൺസുഹൃത്തും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ തെളിഞ്ഞത്. പിടിക്കപ്പെടില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാത്തത് പ്രതികൾക്ക് കുരുക്കായി. ശിവൻകുട്ടിയുടെ വീടിന്റെ ലൊക്കേഷൻ 13-കാരി ആൺസുഹൃത്തിന് അയച്ചു നൽകിയതടക്കമുള്ള ഫോൺ രേഖകൾ കേസിൽ നിർണായക തെളിവാകും. അതേസമയം ചോദ്യം ചെയ്യലിൽ കൂസലില്ലാതെ പെരുമാറിയ 13-കാരിയുടെ ആൺസുഹൃത്ത് എല്ലാം അവൾക്ക് വേണ്ടിയാണെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ശിവൻകുട്ടി താമസിച്ചിരുന്ന വീടിന്റെ ശുചിമുറിയോട് ചേർന്ന ഹാളിലൂടെയാണ് പ്രതികൾ അകത്ത് കടന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ ഹരിപ്പാട് തട്ടുകടയിലെത്തി ഭക്ഷണം കഴിച്ചു. കൊലപാതകത്തിനായി കൊല്ലത്ത് നിന്ന് പെൺകുട്ടിയുടെ ആൺസുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പ്രതികളെത്തിയത് ട്രെയിനിലാണ്. കൊലയ്ക്ക് ശേഷം മടങ്ങിപ്പോയത് KSRTC ബസ്സിലും. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. കൊല്ലപ്പെട്ട ആളിൽ നിന്നും ബാഡ് ടച്ച് ഉണ്ടായെന്നും ഇത് ആൺസുഹൃത്തിനോട് പറഞ്ഞു എന്നുമുള്ള പെൺകുട്ടിയുടെ മൊഴി പോലീസ് പരിശോധിച്ചു വരികയാണ്. കൊലപാതക വിവരം പുറത്തു വന്നതിനെ തുടർന്ന് സംശയം തോന്നിയ പോലീസ് പെൺകുട്ടിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. ഇതറിയാതെ പെൺകുട്ടിയുടെ ഫോണിലേക്ക് പ്രതികൾ നിരവധി തവണ വിളിച്ചു. ഇതാണ് പ്രതികളിലേക്കുള്ള വഴി തുറന്നത്. അതിവേഗത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. കരുവാറ്റ കൊലപാതകത്തിൽ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയ സംഘത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചു. ആ കൊലപാതകം 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ പ്രതികളെ പിടിച്ചു. ഭംഗിയായി കേരള പോലീസ് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. ആലപ്പുഴ SP അതോടൊപ്പം തന്നെ DIG എല്ലാവരും അതിനകത്ത് വളരെ ശുഷ്കാന്തി കാണിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നന്നായി കുറ്റാന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രതികളെ മുതിർന്നവരായി കരുതി വിചാരണ നടത്താനുള്ള ശ്രമവും നിയമോപദേശവും പോലീസ് തേടുന്നുണ്ട്. പ്രതികൾക്ക് ജുവനൈൽ ആനുകൂല്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും. മുതിർന്നവരെ പോലെയാണ് പ്രതികൾ ഗൂഢാലോചന നടത്തിയത്. ജുവനൈൽ ആനുകൂല്യം നൽകിയാൽ പ്രതികൾ രക്ഷപ്പെടുമെന്ന് സുപ്രീം കോടതിയുടെ സമാന കേസുകളിലുള്ള നിരീക്ഷണങ്ങളടക്കം ചൂണ്ടിക്കാണിക്കും. ന്യൂസ് മലയാളം, ആലപ്പുഴ.